ഓ, പഠിച്ചൊക്കെ ജോലിയൊക്കെ വാങ്ങിയിട്ട് വേണം ഒന്ന് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയല്ലേ നമ്മൾ ഓരോരുത്തരും നമ്മുടെ കുട്ടിക്കാലത്ത് ചിന്തിച്ചത് അല്ലേ? ഓരോന്നും വാങ്ങാൻ പറ്റാതെ ആവുമ്പോഴും ഓരോ ആഗ്രഹങ്ങൾ നടക്കാതെ ആവുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പഠിച്ച് ജോലിയൊക്കെ വാങ്ങിയിട്ട് സ്വന്തം കാലിൽ നിന്നിട്ട് ആ സാധനം വാങ്ങണം, ഈ സാധനം വാങ്ങണം, ഇവിടെ പോണം, അവിടെ പോണം എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടാവുക അല്ലെ? പക്ഷെ നമ്മൾ ആ ഒരു സ്ഥാനത്തെത്തി, നമ്മൾ പഠിച്ച് ജോലിയൊക്കെ വാങ്ങി നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിട്ടും നമുക്കും പലതും വാങ്ങാൻ ഇപ്പോഴും പറ്റുന്നില്ല. അതിന്റെ ഒരു കാരണം നമ്മുടെ മനസ്സ് അനുവദിക്കാത്തതാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ കാര്യത്തിലാണെങ്കിൽ എനിക്കിപ്പോ പലതും ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്ന് ഒരു ചിന്തയുണ്ട്. പക്ഷെ എനിക്കത് ചിലപ്പോൾ അഫോർഡ് ചെയ്യാനും പറ്റും, ചിലതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ചിലതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നിട്ടും എനിക്കത് ചെയ്യാൻ തോന്നാത്തതിന്റെ കാരണം നമ്മുടെ അത്രയും പൈസ ചെലവാക്കി കഴിഞ്ഞാൽ, ഈ ചെറിയൊരു പൈസയാണെങ്കിൽ പോലും ആവശ്യമില്ലാത്ത പൈസ ചെലവാക്കണോ? നമുക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ ഉണ്ടാവുന്നത്. അങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും അല്ലെ? ഞാൻ അങ്ങനെയാണ് ചിന്തിക്കാറ്. എനിക്ക് പല കാര്യങ്ങളും ചെയ്യാൻ തോന്നിയാലും ഞാൻ ചിന്തിക്കുക, വേണോ? ആ ഒരു പൈസ വെറുതെ നഷ്ടല്ലേ? ആവശ്യം ഉണ്ടാവോ? വെറുതെ ആയിരിക്കില്ലേ? പിന്നെ അത്രയും പൈസ ചെലവാക്കിയിട്ട് അതൊരു പിന്നെ ഒരു റിഗ്രറ്റ് ആയി പോവോ? ഇങ്ങനെ പല കാര്യങ്ങളായിരിക്കും അല്ലെ ചിന്തിക്കുന്നുണ്ടാവുക. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം ഇതാണ്. അതുകൊണ്ട് ഞാൻ ഈ പെരുന്നാൾ, ഉത്സവം, അങ്ങനത്തെ ഓരോ പ്രോഗ്രാം, ഫെസ്റ്റിവൽസിനൊക്കെ ഓരോ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമ്മൾ എവിടുന്ന് വാങ്ങുന്നതിനേക്കാളും വില കൂടുതലായിരിക്കും അവിടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാ, ആ വെറുതെ നോക്കാം, വാങ്ങുമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വാങ്ങില്ല. കാരണം അഫോർഡ് ചെയ്യാൻ പറ്റായിട്ടോ ഒന്നുമല്ല, നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല. അത് വാങ്ങിച്ചിട്ട് ആ പൈസ വെറുതെ പോകുന്നതും അത് പിന്നെ യൂസ് ചെയ്യാതിരിക്കുന്നതും ഒക്കെ ബുദ്ധിമുട്ടാണ്. അത് മനസ്സ് അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് അത്. നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ.